ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാഷ്ട്രപതിമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ലോകം കണ്ട ഏറ്റവും നല്ല മിസൈൽ സയന്റിസ്റ്റുകളിൽ ഒരാളും ഡോക്ടർ അബ്ദുൽ കലാം ആയിരുന്നു. കുട്ടികൾ ഏറ്റവും സ്നേഹിച്ച ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരാളായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അതേ രാഷ്ട്രപതിയായിരിക്കുമ്പോൾ ഈ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നു, സംവദിക്കുന്നു ഒരു പതിവ് കാഴ്ചയായിരുന്നു. കുട്ടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ട സംഘം. ഒരിക്കൽ ഇങ്ങനെ ഒരു സംവാദം നടക്കുന്ന സമയത്ത് ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ നിമിഷം ഏതായിരുന്നു? അബ്ദുൽ കലാം ഒന്ന് പുഞ്ചിരിച്ചു. ആ ചോദ്യം അദ്ദേഹത്തിന് സന്തോഷം നൽകിയെന്ന് വേണം കരുതാൻ. എന്ന് മാത്രം അദ്ദേഹം ഒരു നിമിഷം നിശബ്ദനായി, എന്തോ ആലോചിക്കുകയായിരുന്നു. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയാൻ തുടങ്ങി, ഞാൻ DRDOയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് DRDO നിങ്ങൾക്കറിയാം, ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനാണ്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു മിസൈൽ വികസിപ്പിക്കുന്നതിൽ വ്യാപൃതമായിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും മണിക്കൂറുകളോളം ഞങ്ങളുടെ ടീം അതിനുവേണ്ടി പടപാട് വിട്ടു കഷ്ടപ്പെടുകയാണ്, ജോലി ചെയ്യുകയാണ്. പക്ഷേ ആ വിക്ഷേപണം പരാജയപ്പെട്ടു. എന്നിട്ട് കലാം ഒരു നിമിഷം നിർത്തി. ഞങ്ങൾക്ക് വല്ലാത്ത നിരാശയായി. എൻ്റെ ടീം അംഗങ്ങൾ ഏതാണ്ട് കരച്ചിൻ്റെ വക്കോളം എത്തി. കാര്യം മാസങ്ങളോളം അവരെടുത്ത യത്നമാണ് പാഴായിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും മന്ത്രിമാരെയും ഒക്കെ നമ്മൾ അറിയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകായിരം ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ട്. അവർ നമ്മൾ അറിയുന്നില്ല. പക്ഷേ അവരെടുക്കുന്ന പ്രയത്നം ചിലപ്പോഴൊക്കെ DRDOയിലെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുമ്പോൾ നമുക്കത് നേരിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് പരാജയപ്പെടുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ്. അപ്പോൾ ഈ മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടു എന്നറിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ നിമിഷം എന്ന് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഞങ്ങൾ തളർന്നില്ല. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിച്ചു. ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി, തിരുത്തി, ഒരുപാട് തിരുത്തലുകൾ വരുത്തി. പിന്നീട് അതേ മിസൈൽ വിജയകരമായി DRDO വിക്ഷേപിച്ചു. ആ വിജയം കൂടുതൽ മധുരമുള്ളതായി. അതുകൊണ്ട് തന്നെ പരാജയത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കും. നമുക്കറിയാമല്ലോ, ഒരു പരാജയത്തെ അതിജീവിച്ചാണ് ഈ DRDO ഏറ്റവും വലിയ ആ മിസൈൽ പരീക്ഷണത്തിൽ വിജയം നേടിയെടുത്തത് എന്നുകൂടി ഡോക്ടർ അബ്ദുൽ കലാം പറയുന്നു. ജീവിതത്തിൽ നമ്മെ ഒരുപാട് മാനസികമായി തളർത്തുന്ന പരാജയങ്ങളുണ്ടാകും, സങ്കടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ അവിടെ നമ്മൾ തളർന്നു പോയാൽ പിന്നെ മുന്നോട്ടുള്ള യാത്ര അവിടെ അവസാനിക്കും. അതുകൊണ്ട് ആ പരാജയങ്ങളിൽ തളർന്നിരിക്കുകയല്ല വേണ്ടത്, അതിൽ നിന്നൊരു പാഠം പഠിക്കണം. പരാജയത്തെ ആഴത്തിൽ പരിശോധിക്കണം. നമുക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് നമ്മൾ അന്വേഷിക്കണം. നമുക്ക് ഒരുപാട് സ്ഥലത്ത് തെറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ പരാജയത്തിൻ്റെ കയ്പ് കുടിച്ച് ഇറക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പരാജയത്തിൽ നിന്ന് പഠിക്കുക. നമ്മൾ സ്ഥിരം പറയുന്ന വർദ്ധിത വീര്യത്തിൽ മുന്നോട്ട് കയറുക. എന്നിട്ട് നമ്മൾ കൂടുതൽ വിജയത്തിന് വേണ്ടി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ പരാജയം വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് മുന്നോട്ട് പോവുക. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ നമ്മൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ നമ്മൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വിജയം തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും.